അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ടോപ്പിക്കിൽ പറഞ്ഞേക്കണത് എന്താ നമ്മൾ എഴുതിയിരിക്കണത്, ലെറ്റ് വൈ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് എടുത്തു. ഒരു ഫംഗ്ഷനാണ്, അതിലെ വേരിയബിൾ ഏതാ എക്സ് ആണെന്ന് എടുത്തിട്ടുണ്ട്. ഇവിടെ എടുത്തകണതിൽ ഒരു കാര്യം കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ എഴുതിയിരിക്കുന്നത് എന്താ, ഹൂസ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എന്ത് ചെയ്യണം, എക്സിസ്റ്റ് ചെയ്യണം. അതായത് വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് നമുക്ക് കാണാൻ പറ്റും എന്നാണ് അവർ പറയണത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവിനെ അവർ ഡിനോട്ട് ചെയ്യണ പല രീതികളുണ്ട്. ഓക്കെ, അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അതായത് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവിനെ ഡിനോട്ട് ചെയ്യണ ഒരു രീതിയാണ് എഴുതി വെച്ചാണ് എന്തെന്നാ, ഡി സ്ക്വയർ വൈ ബൈ എന്താ ഡി എക്സ് സ്ക്വയർ എന്ന് എഴുതാം. അതല്ലെങ്കിൽ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്ന് എഴുതാം. അതും അല്ലെങ്കിൽ എഴുതാവുന്ന എന്തെന്നാ വൈ ഡബിൾ ഡാഷ് എന്ന് എഴുതി കാണാം. അതും പറ്റില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കാണാം എന്തെന്നാ വൈ ടു എന്നും എഴുതി കാണാം. ഓക്കെ, ഈ 4 രീതിയും നമ്മൾ എന്തിനാ ഡിനോട്ട് ചെയ്യണതാണ്, സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ഓഫ് വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സിൻ്റെ എഴുതുന്ന രീതികളാണ്. ഓക്കെ, ഇനി ഇതിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യണമെന്നാണ് നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോണേ. അപ്പോൾ നമുക്ക് തന്നേക്കണ ഫംഗ്ഷൻ വൈ ഈക്വൽ ടു എന്തെന്നാ എഫ് ഓഫ് എക്സ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ ഡി വൈ ബൈ ഡി എക്സ് കാണാൻ അറിയാലോ. അതായത് ഇതിനെ എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യണ കാര്യം അറിയാമല്ലോ. അതായത് എന്താ വരിക, അപ്പോൾ ഇതിനെ എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുക ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക എന്തെന്നാ, വെറും എഫ് ഡാഷ് എക്സ് എന്നല്ലേ എഴുതുക. ഈ എഴുതിയത് എന്തെന്നാ, ഈ എഴുതി വെച്ചേക്കണതാണ് നിങ്ങളുടെ എന്ത് ഡെറിവേറ്റീവ്, ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്. ഇത്രയും നാളും നിങ്ങൾ ഇതുവരെ ചെയ്തൊരു കഴിഞ്ഞ 8 ടോപ്പിക്കുകളോളം നിങ്ങൾ ചെയ്തിരുന്ന എന്തെന്നാ, ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ആണ് കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്, ശരിയല്ലേ? എന്നാൽ ഒരു പ്രാവശ്യം കൂടി എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ആരെ, ഇപ്പം കിട്ടിയ ഉത്തരം ഉണ്ടല്ലോ, ഈ മുകളിൽ എഴുതി വെച്ചേക്കണ ഡി വൈ ബൈ ഡി എക്സിനെ ഒരു വട്ടം കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഏത് വെച്ചിട്ട് തന്നെ, എക്സ് വെച്ചിട്ട്. എന്ന് വെച്ചാൽ അർത്ഥം എന്താ, ഇവിടെ എഴുതണത് മീനിങ് എന്താ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി ബൈ ഡി എക്സ് ഓഫ് ഏതാ കാണാൻ പോണേ, ഡി വൈ ബൈ ഡി എക്സ്. അതായത് എന്താ ഉദ്ദേശിച്ചത്, ഈ എഴുതിയ ഡി വൈ ബൈ ഡി എക്സിനെ ഒന്നും കൂടി എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ റൈറ്റ് സൈഡിലും സെയിം കാര്യമല്ലേ ചെയ്യാൻ പോണേ. അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് ഏതാ കാണാൻ പോണത്, എഫ് ഡാഷ് എക്സ്. അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടണതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറയുക. അപ്പോൾ എന്താ വരിക ശ്രദ്ധിച്ചോളൂ കേട്ടോ, ഡി ബൈ ഡി എക്സ് ഓഫ് ഡി വൈ ബൈ ഡി എക്സ് എന്ന് വെച്ചാൽ അർത്ഥം എന്താ, ഡി വൈ ബൈ ഡി എക്സിനെ ഒന്നും കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യണം എക്സ് വെച്ചിട്ട്. എന്ന് വെച്ചാൽ മീനിങ് എന്താ, അതിൻ്റെ മീനിങ് ആണ് അത് എന്താണെന്നാ, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് എഴുതാം ഇസ് ഈക്വൽ ടു എഫ് ഡാഷ് എക്സിനെ ഒന്നും കൂടി എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതെന്താ കിട്ടാൻ പോണത്, എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ആണ് കിട്ടാൻ പോണേ. ഈ എഴുതിയേക്കണ ആളെയാണ് നിങ്ങൾ എന്തെന്ന് പറയുക, ഈ എഴുതി വെച്ചേക്കണ ആളാണ് നിങ്ങളുടെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്. അപ്പോൾ നിങ്ങൾ അറിയേണ്ട കാര്യം ജസ്റ്റ് ഇത്രയേ ഉള്ളൂ, സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഏത് കാണാൻ അറിയണം, പണ്ടത്തെ കാര്യം. അതായത് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ ആദ്യം തന്നെ അറിയണം. ഓക്കെ, അതിനുശേഷം ആ കിട്ടിയ ഉത്തരത്തിനെ ഒന്നും കൂടി എന്ത് ചെയ്യുക, എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ കിട്ടുന്നതിനെയാണ് എന്തെന്ന് പറയുക, സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്. ഓക്കെ, ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്, ഏറ്റവും എളുപ്പത്തിലുള്ളതാണ് കേട്ടോ. ഇതിലും ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്ക് വഴിയെ കാണാം. ഇപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ വൈ ഈക്വൽ ടു എന്തെന്ന് എടുത്തു, എക്സ് സ്ക്വയർ. അതിൻ്റെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് കാണണം എന്ന് വയ്ക്കുക. അപ്പോൾ ആദ്യം ഞാൻ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് കാണണം എന്നല്ലേ പറഞ്ഞത്, ഡി വൈ ബൈ ഡി എക്സ് എടുക്കുമ്പോൾ എന്താ വരിക, എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താ 2x ആണെന്ന് കിട്ടും. കഴിഞ്ഞിട്ടില്ല, ഇതിനൊന്നും കൂടി എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ എന്താ വരിക, ഡി സ്ക്വയർ വൈ ബൈ എന്തെന്നാ ഡി എക്സ് സ്ക്വയർ ഈക്വൽ ടു 2xനെ ഒന്നും കൂടി എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക, 2. അതല്ലേ എഴുതാറ് നമ്മൾ. 5xനെ എന്തെന്ന് എഴുതാ, ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 5 എന്ന് എഴുതും. 7xനെ 7 എന്ന് എഴുതാറുണ്ട്. അപ്പോൾ സെയിം ലോജിക്ക് വെച്ചിട്ട് ഈ എഴുതിയ ആളെ രണ്ട് സൈഡും വീണ്ടും എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്തതാണ്. ഡി വൈ ബൈ ഡി എക്സിനെ എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവായി, 2xനെ എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്തായി, 2y. ഇതുപോലെ പിന്നെ നിങ്ങൾക്ക് തേർഡ് ഓർഡർ ഡെറിവേറ്റീവും ഉണ്ട്. അതായത് ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് ക്യൂബ്. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിനൊന്നും കൂടി എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. 2നെ എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ അത് എത്ര വരിക, 0 അല്ലേ വരിക. അപ്പോൾ നമ്മൾ തേർഡ് ഓർഡർ ഡെറിവേറ്റീവ് +2 ലെവലിൽ പഠിക്കണില്ല, പക്ഷേ ഹയർ സ്റ്റഡീസിൽ മാത്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കാണാം അതിൻ്റെ അപ്ലിക്കേഷൻ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ടോപ്പിക്, അതായത് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവിലത്തെ കുറച്ച് ക്വസ്റ്റ്യനുകളാണ് ഇനി ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോണത് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്സിലെ ക്വസ്റ്റ്യനുകളാണ്. അപ്പോൾ എന്താ ക്വസ്റ്റ്യൻ പറയണേ, ഫൈൻഡ് ദ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ഒരു 5 സബ് ക്വസ്റ്റ്യനുകളാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അത് ഈ തന്നേക്കണ ഓരോ ആൾക്കാരുടെയും സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇത് ഏറ്റവും ഡയറക്റ്റായി ചെയ്യാവുന്ന ക്വസ്റ്റ്യനുകളാണ് ഇപ്പോൾ എഴുതി വെച്ചാണ്. ഇത്തിരി കൂടി കൂടിയ ക്വസ്റ്റ്യൻസ്
അഥവാ പ്രൂവ് ദാറ്റ് എന്നൊക്കെയുള്ള ക്വസ്റ്റ്യനുകൾ ഇതിൽ നിന്ന് വരാറുണ്ട്. ഈ ടൈപ്പ് ക്വസ്റ്റ്യനൊക്കെ ഡയറക്റ്റായി ചോദിക്കൽ വളരെ കുറവാണ് കേട്ടോ. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് ഒന്നുകൂടി ഒന്ന് തറവാൻ വേണ്ടി മാത്രം ചെയ്യണതാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നക്കണയിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ, x⁻10 അല്ലേ. അപ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്യാം, തന്നക്കണ ആളെ y എന്ന് കൊടുക്കാം. അതായത് ലെറ്റ് y ഇസ് ഈക്വൽ ടു എന്താണെന്ന് എഴുതാം, x⁻10 എന്ന് എഴുതാമല്ലോ. അതിനുശേഷം എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കാണാൻ പോണത് ആദ്യം ഒരു സൈഡിൽ രണ്ട് സൈഡ് എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ കിട്ടുക എന്തെന്നാ, ഇവിടെ dy/dx വരും. x⁻10ൻ്റെ ഡെറിവേറ്റീവ് എന്താ, 10 × x⁻10 - 1 അഥവാ 10x�9 എന്ന് കിട്ടില്ലേ. ഇപ്പോൾ എഴുതിയത് എന്തെന്ന് മാത്രം ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ആയിട്ടുള്ളൂ. ഇനി സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, വീണ്ടും ഈ എഴുതിയേക്കണ ഉത്തരത്തിനെ ഒന്നും കൂടി രണ്ട് സൈഡിലും എന്ത് ചെയ്യുക, എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. dy/dxനെ എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക, d²y/ എന്തെന്നാ dx² ഇസ് ഈക്വൽ ടു 10നെ അതുപോലെ തന്നെ വെക്കുക ഇൻറ്റു x⁻9നെ എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക, 9 × x⁸8 എന്നല്ലേ കിട്ടാൻ പോണത്. എന്താ ചെയ്തത്, രണ്ട് സൈഡും ഒന്നുകൂടി എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ dy/dxനെ ഒന്നും കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക, എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ d²y/dx². ഇതാണ് കാണേണ്ടത് നമുക്ക്. ഈക്വൽ ടു 10നെ അങ്ങോട്ട് നീക്കി വെച്ചു. x⁻9ൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം, 9x⁸8 എന്നൊക്കെയല്ലേ വരിക. ഫൈനൽ ആൻസർ എത്ര കിട്ടുക, 90x⁻8 എന്തെന്നാണ് കിട്ടാൻ പോണേ, 8 എന്നുള്ളതാണ് നിങ്ങളുടെ ഫൈനൽ ആൻസർ വരിക. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരാൻ പോണത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചേക്കണേ, ഫൈൻഡ് ദ ഡെറിവേറ്റീവ് അല്ലെങ്കിൽ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ഓഫ് വെറും log x അല്ലേ ചോദിച്ചാണത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ തന്നേക്കണ ആൾ എന്തെന്ന് കൊടുക്കാം, y എന്ന് കൊടുക്കുക. ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് കാണാനായിട്ട് രണ്ട് സൈഡും എന്ത് ചെയ്യാം, എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ dy/dx ഇസ് ഈക്വൽ ടു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം log xൻ്റെ ഡെറിവേറ്റീവ് എന്താ, 1/x ആണ്. ഓക്കെ, ഇത്രയും എഴുതിയതിന് ശേഷം സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് കാണാനായിട്ട് വീണ്ടും എന്ത് ചെയ്യുക, ഈ തൊട്ട് മുകളിൽ കിട്ടിയ സ്റ്റെപ്പിനെ വീണ്ടും എന്ത് ചെയ്യണം, എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അതായത് dy/dxനെ എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ അതെന്താ വരിക, d²y/dx² എന്നാവും. ഈക്വൽ ടു 1/xൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. 1/xൻ്റെ ഡെറിവേറ്റീവ് എന്താണെന്ന് വെച്ചാൽ എന്താ പറയുക, -1/x² എന്നല്ലേ പറയുക. അതെങ്ങനെ കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ 1/xനെ നിങ്ങൾക്ക് എന്തെന്ന് എഴുതാം, x⁻−1 എന്നൊക്കെ എഴുതാമല്ലോ. എന്നിട്ട് അപ്പോൾ എന്തായി മാറും നമ്മുടെ ക്വസ്റ്റ്യൻ, d/dx ഓഫ് x⁻−1 എന്നായി മാറും. അതിനെ നിങ്ങൾക്ക് ഏത് റിസൾട്ട് വെച്ച് അപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കാം, x⁻n-ൻ്റെ ഡെറിവേറ്റീവ് എഴുതുന്ന പോലെ ഇരിക്കൂടെ. അതായത് -1 × x⁻−1 എന്നൊക്കെ പറഞ്ഞ് എഴുതാറുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ലോജിക്ക് വെച്ചിട്ട് അതായത് എത്രയും മാറും ആൻസർ, -1 × x⁻² എന്തെന്നാ -2 എന്നൊക്കെ ആയിട്ടാണ് മാറുക. ഇതെങ്ങനെ ചെയ്യുക എന്നുള്ളത് ഏറ്റവും ഫസ്റ്റ് ക്ലാസ്സിൽ ഡിഫറൻസിയേഷൻ്റെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഇത്രയേ ഉള്ളൂ, 1/xനെ ഒന്നും കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്തു എക്സ് വെച്ചിട്ട് അപ്പോഴാണ് എന്ത് കിട്ടി, -1/x² കിട്ടിയത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ log x എന്ന് പറയുന്ന ഈ ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവിൻ്റെ ആൻസർ എത്രയാണ്, -1/x² ആണ് ആൻസർ വരിക. ഓക്കെ, ഇനി തേർഡ് ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞാണേ, തേർഡ് ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുള്ളത് വെറും tan−1x അല്ലേ. അപ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്യാം, തന്നക്കണ ആളെ y എന്ന് കൊടുക്കുക. ലെറ്റ് y ഇസ് ഈക്വൽ ടു tan−1x എന്ന് എടുത്തിട്ടുണ്ട്. ഇവിടെ അത് രണ്ട് സൈഡും എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ dy/dx ഇസ് ഈക്വൽ ടു tan−1xൻ്റെ ഡെറിവേറ്റീവ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 1/1 + x² ആണ്. ഓക്കെ, ഇനി ഈ എഴുതിയേക്കണ ആളെ വീണ്ടും രണ്ട് സൈഡിൽ എന്ത് ചെയ്യാൻ പോവാണ്, എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യാനാണ് പോണേ. ഓക്കെ, അപ്പോൾ ഡിഫറൻഷ്യേറ്റിംഗ് ഒന്നും കൂടി രണ്ട് സൈഡ് എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ലെഫ്റ്റിൽ എന്താ വരിക, d²y/dx² അല്ലേ കിട്ടുക, ഇസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ നിങ്ങൾ എന്താ ചെയ്യാൻ പോണേ, റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ശരിക്കും കാണാൻ പോണത് ആരുടെ ഡെറിവേറ്റീവാ, അതൊന്ന് വേണമെങ്കിൽ സ്റ്റെപ്പ് എഴുതി തരാം. അതായത് d/dx ഓഫ് 1/1 + x² ഡെറിവേറ്റീവ് അല്ലേ കാണാൻ പോണത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ കോഷ്യൻ റൂൾ ചെയ്യാം. പക്ഷേ കോഷ്യൻ റൂളിൻ്റെ ആവശ്യം ശരിക്കും ഇല്ല, കാരണം ഇവിടെ മോളിൽ എന്ത് വന്നിട്ടില്ല, ന്യൂമറേറ്ററിൽ വേരിയബിൾ ഉണ്ടോ, ഇല്ല. അപ്പോൾ കോഷ്യൻ റൂൾ ശരിക്കും ഇവിടെ ആവശ്യമില്ല, പക്ഷേ അത് ഉപയോഗിച്ച് ചെയ്താലും ഉത്തരം കിട്ടും, തെറ്റൊന്നുമില്ല. ഓക്കെ, തൽക്കാലം ഞാൻ ചെയ്യാൻ പോണത് ഇവിടെ ചെയിൻ റൂളാണ്. അപ്പോൾ നിങ്ങളിത് ഒറ്റയടിക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ വേരിയബിൾ എവിടെയാണ് നിൽക്കണേ, താഴത്ത് മാത്രമല്ലേ വേരിയബിൾ വന്നിട്ടുള്ളൂ, ന്യൂമറേറ്ററിൽ കോൺസ്റ്റൻ്റ് അല്ലേ. ആ രൂപത്തിലുള്ള വെല്ലത്തിൻ്റെ ഡെറിവേറ്റീവ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ, ഉണ്ടല്ലോ. 1/x എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കണത് എന്തെന്നാ, മോളിൽ മാത്രമാണ് വേരിയബിൾ, മോളിൽ കോൺസ്റ്റൻറ്റും താഴത്ത് മാത്രം എന്ത് വരിക, വേരിയബിൾ വരിക. അങ്ങനെ വരുമ്പോൾ ഡെറിവേറ്റീവ് കാണാൻ എന്താ എഴുതാറ്, -1/x²
ഈ താഴത്തുള്ള ആളുടെ സ്ക്വയർ, അങ്ങനെയല്ലേ ഫോർമുല. 1/xൻ്റെ ഡെറിവേറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, -1/x² ആണ് എഴുതുക. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഏകദേശം അതുപോലെ തന്നെയല്ലേ, താഴത്ത് മാത്രമേ വേരിയബിൾ വന്നിട്ടുള്ളൂ, മുകളിൽ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ആദ്യം ഇവിടെ എഴുതണത് ഏതിൻ്റെ ഡെറിവേറ്റീവാണ് ശരിക്കും, 1/x എന്നുള്ളതിൻ്റെ ഡെറിവേറ്റീവ് എഴുതണ പോലെ. അപ്പോൾ എന്താ വരിക, -1/1 + x² ദ ഹോൾ സ്ക്വയർ തന്നെ എഴുതണം കേട്ടോ, ശ്രദ്ധിക്കണം ആ സ്റ്റെപ്പ്. ഓക്കെ, ഇൻറ്റു ഇനി എന്ത് എഴുതണം, ഇപ്പോൾ എഴുതിയത് ജസ്റ്റ് എന്തിൻ്റെ മാത്രം, 1/, എന്നുള്ളതിൻ്റെ ഡെറിവേറ്റീവാണ് എഴുതി വെച്ചാണ്. ഇനി എന്തിൻ്റെ എഴുതണം, ഈ 1 + x² ഡെറിവേറ്റീവ് എഴുതണ്ടേ. നിങ്ങൾക്കറിയാം 1ൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്, പ്ലസ് x² ഡെറിവേറ്റീവ് എന്താ, 2x ആണ്. അപ്പോൾ 0 + 2x എന്ന് പറയുമ്പോൾ എന്താ വരിക, വെറും 2x അല്ലേ. അപ്പോൾ ഫൈനൽ ആൻസർ എന്താ വരിക, -2x താഴത്തുള്ളത് എന്താ, 1 + x² ദ ഹോൾ സ്ക്വയർ ആണ് നിങ്ങളുടെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് വരാൻ പോണത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യനിൽ ചെയ്യാനായിട്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ എന്താ പറയണേ, ഫോർത്ത് ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് തന്നേക്കണത് sin of log x അല്ലേ. അപ്പോൾ ഇവിടെ അതെ y = ആദ്യം തന്നേക്കണ ആളെ sin of log x എന്ന് എടുത്തിട്ടുണ്ട്. അതിനുശേഷം എന്ത് ചെയ്യാം, ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് കാണാനായിട്ട് രണ്ട് സൈഡും x വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ dy/dx = നിങ്ങൾക്കറിയാം സൈനിൻ്റെ ഡെറിവേറ്റീവ് എന്താ, കോസ് ആണെന്നല്ലേ അറിയാം. അപ്പോൾ sin log xൻ്റെ ഡെറിവേറ്റീവ് എഴുതാനായിട്ട് ആദ്യം തന്നെ എന്ത് എഴുതണം, cos log x എഴുതണം. ഇൻറ്റു log xൻ്റെ ഡെറിവേറ്റീവ് എന്താ എഴുതണ്ടേ, 1/x എഴുതണ്ടേ. അപ്പോൾ cos log x ഇൻറ്റു എന്തെന്നായി മാറി, 1/x. അപ്പോൾ എഴുതിയത് എന്താ, ആദ്യം എഴുതിയത് സൈനിൻ്റെ ഡെറിവേറ്റീവ്, അതെന്തെന്നാ cos log x എന്ന് എഴുതി. ഇൻറ്റു ഈ log xൻ്റെ ഡെറിവേറ്റീവ് എന്താ, 1/x. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതാണെങ്കിൽ cos log x ഇൻറ്റു 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താ, cos log x തന്നെയാണ് വരിക. ഹോൾ ഡിവൈഡഡ് ബൈ താഴത്ത് എന്തുണ്ട്, എക്സ് എന്ന് എഴുതി വെച്ചു. ഓക്കെ, ഇത്രയും ആയതിനു ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഇനി സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് അല്ലേ കാണണ്ടേ. അപ്പോൾ എന്താ വരിക, d²y/dx² കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ കാണണ്ടേ, d/dx ഓഫ് ഏത് കണ്ടുപിടിക്കണം, ഇയാളെ. അവിടെ നിൽക്കുന്നത് എന്തൊക്കെയാണ്, cos log x ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് അല്ലേ. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്ട് മാർഗ്ഗമില്ല, കോഷ്യൻ റൂൾ ചെയ്യാണ്ട് പറ്റില്ല. കാരണം മോളിലും വേരിയബിൾ ഉണ്ട്, താഴത്തും വേരിയബിൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോണത് ഏത് റൂളാണ്, കോഷ്യൻ റൂളാണ്. അപ്പോൾ എന്താ വരാൻ പോണേ, കോഷ്യൻ റൂൾ ആദ്യം എഴുതുക, ഡിനോമിനേറ്റർ ഇൻറ്റു, അതായത് എക്സ് ഇൻറ്റു കോസ് ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവാണ് ഇനി എഴുതേണ്ടത് കേട്ടോ, ശ്രദ്ധിച്ചോളൂ. കോസിൻ്റെ ഡെറിവേറ്റീവ് എന്താ, -sin θ എന്നല്ല എഴുതാറ്. അപ്പോൾ -sin log x എഴുതി. ഇൻറ്റു log എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ, 1/x. അപ്പോൾ ഈ എഴുതിയത് ഏതിൻ്റെയാ, കോസ് ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവാണ് എഴുതി വെച്ചാണത്. ഇനി നടുക്കത്തെ ചിഹ്നം മൈനസ്. ഇപ്പോൾ എഴുതിയത് എന്തെന്നാ, ഡിനോമിനേറ്ററിനെ വെറുതെ വെച്ചു, ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവാണ് എഴുതി വെച്ചാണ്. മൈനസ്. ഇനി നേരെ തിരിച്ച് ആരെ വെറുതെ വെക്കണം, ന്യൂമറേറ്ററിനെ വെറുതെ വെക്കുക. അപ്പോൾ കോസ് ലോഗ് എക്സിനെ വെറുതെ നിർത്തുക. ഇൻറ്റു ഡിനോമിനേറ്ററിലുള്ള എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ, 1 ഹോൾ ഡിവൈഡഡ് ബൈ താഴത്ത് എന്തുണ്ട്, ഡിനോമിനേറ്റർ സ്ക്വയർ, അഥവാ എന്താ വരിക, x² എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് കിട്ടി, d²y/dx² നിങ്ങൾ നോക്കിയാൽ കാണാം ഇവിടെ എക്സ് ഇൻറ്റു ഇവിടെ ഒരു 1/x ഉണ്ട്, അത് രണ്ടും ക്യാൻസൽ ചെയ്യാലോ. അപ്പോൾ ബാക്കി വരുന്നത് എന്താ, ഫസ്റ്റ് ടേം എന്താ, -sin log x അല്ലേ ഉള്ളത്. തൊട്ടപ്പുറത്തുള്ളത് എന്താ, -cos log x അല്ലേ. ഹോൾ ഡിവൈഡഡ് ബൈ എന്തെന്ന് എഴുതാം, ആൻസർ x² അല്ലേ വരിക. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ന്യൂമറേറ്ററിൽ നിന്ന് ആരെ പുറത്തെടുക്കാം, ഒരു നെഗറ്റീവൊക്കെ പുറത്തെടുത്ത് വേണമെങ്കിൽ ആൻസർ വൃത്തിയിലാക്കി എഴുതാം. ഞാൻ തൽക്കാലം അതിന് പോകണില്ല, ഈ എഴുതിയേക്കണതാണ് നിങ്ങളുടെ എന്ത് വരിക, ഫൈനൽ ആൻസർ. അതായത് എന്തെന്നാ, -sin log x -cos log x ഹോൾ ഡിവൈഡഡ് ബൈ x² എന്നുള്ളതാണ് നിങ്ങളുടെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് വരിക. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യനും അത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിൻ്റെ ഭാഗത്താണെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ അവിടെ വന്നത് എന്താ, ലെറ്റ് y = എന്തെന്നാ, log of log x എന്നൊക്കെയല്ലേ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെയും രണ്ട് സൈഡും ആദ്യം തന്നെ എന്ത് ചെയ്യാം, എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ എന്താ വരിക എന്ന് പറയൂ. ആദ്യം എഴുതേണ്ടത് ഏതിൻ്റെ ഡെറിവേറ്റീവാണ്, ഈ ഫസ്റ്റത്തെ ലോഗിൻ്റെ ഡെറിവേറ്റീവ് അല്ലേ എഴുതണ്ടേ. ഫസ്റ്റ് ലോഗിൻ്റെ ഡെറിവേറ്റീവ് എഴുതുമ്പോൾ എന്താ വരിക, എക്സിന് പകരം അവിടെ നിന്നിരുന്നത് log x ആണ്. അപ്പോൾ 1/log x എന്നാണ് ആദ്യം എഴുതണ്ടേ. ഓക്കെ, ആദ്യം എഴുതിയത് ഈ ലോഗിൻ്റെ ഡെറിവേറ്റീവാണ് ഇപ്പോൾ എഴുതി വെച്ചാണ്. ഇൻറ്റു ഇനി ഏതിൻ്റെ എഴുതണം, ഈ രണ്ടാമത്തെ log xൻ്റെ മാത്രം ഡെറിവേറ്റീവ് എഴുതണ്ടേ. നിങ്ങൾക്കറിയാം log xൻ്റെ ഡെറിവേറ്റീവ് എന്താ, 1/x ആണ്. ഓക്കെ, ഇനി എന്താ ഇതിന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ വരിക, ന്യൂമറേറ്റേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ 1 തന്നെയല്ലേ കിട്ടുക. 1 × 1 ചെയ്യുമ്പോൾ 1 തന്നെ, ബൈ താഴ്ത്തോ എക്സ് ഇൻറ്റു log x അല്ലേ വരാൻ പോണത്. ഇവരെ ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത്രയും ആക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, രണ്ട് സൈഡും വീണ്ടും എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക, d²y/dx² = ഇവിടെ നിങ്ങൾ എഴുതാൻ പോണത് d/dx ഓഫ് ഏതാ,
1/x log x അല്ലെങ്കിൽ x ഇൻറ്റു ലോഗ് എക്സ് അല്ലേ എഴുതാൻ പോണേ. ഇവിടെ നിങ്ങൾ എങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക? ഇവിടെ വീണ്ടും നിങ്ങൾക്ക് ഏതിൻ്റെ അപ്ലിക്കേഷനാണ് വരണേ? കോഷ്യൻ റൂൾ വേണ്ട, കാരണം മോളിൽ വേരിയബിൾ വന്നിട്ടില്ല. ചെയിൻ റൂളാണ് ശരിക്കും നന്നായി അപ്ലൈ ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം നിങ്ങളിവിടെ നോക്കുമ്പോൾ ഏത് ഫോമിൽ നിൽക്കണേ? 1/something 1/xൻ്റെ ഒക്കെ ഒരു രൂപം ഉണ്ടല്ലോ, ആ രൂപത്തിലല്ലേ നിൽക്കണത്. 1/xൻ്റെ ഡെറിവേറ്റീവ് എന്താ? -1 താഴത്തുള്ള ആളെ സ്ക്വയർ ചെയ്യണം. അപ്പോൾ താഴത്തുള്ളത് എന്താ ഇവിടെ? x log x the whole square എന്ന് എഴുതി വെക്കുക. ഓക്കെ, അപ്പോൾ ഈ എഴുതിയത് ഏതിൻ്റെ ഡെറിവേറ്റീവാ? 1/xൻ്റെ ഡെറിവേറ്റീവ് എഴുതണ പോലെ ആണിപ്പോൾ എഴുതി വെച്ചത്. ഇൻറ്റു ഇനി എന്താ എഴുതണം? ഏതിൻ്റെ ഡെറിവേറ്റീവ് എഴുതണം? ഈ എക്സ് ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എഴുതണ്ടേ? ശ്രദ്ധിച്ചോളൂ കേട്ടോ. എക്സ് ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എഴുതണം എന്നുണ്ടെങ്കിൽ ഏത് റൂള് വേണം? ചെയിൻ പ്രൊഡക്റ്റ് റൂൾ അല്ലേ വേണ്ടേ? കാരണം ഇവിടെ എക്സ് ഇൻറ്റു ലോഗ് എക്സ് അല്ലേ. അപ്പോൾ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ വരിക? ആദ്യം എക്സിനെ വെറുതെ വെക്കുക, ഇൻറ്റു ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 1/x പ്ലസ് അടുത്തതിൽ ആരെ വെറുതെ നിർത്തുക? ലോഗ് എക്സിനെ വെറുതെ നിർത്തുക, ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 1. ഓക്കെ, അപ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എത്ര ആൻസർ വരിക? ഇവിടുത്തെ എക്സും ഈ എക്സും വെട്ടിക്കളയാം, ബാക്കി വരുന്ന ഫൈനൽ ആൻസർ ആയി. അപ്പോൾ എന്തൊക്കെയാ? -1 താഴത്ത് എന്തുണ്ട്? എക്സ് ഇൻറ്റു ലോഗ് എക്സ് ദ ഹോൾ സ്ക്വയർ ആണ് ഫസ്റ്റ് ടേം ആയിട്ട് താഴത്ത് നിൽക്കുന്നത്, ഇൻറ്റു ബാക്കി എന്തൊക്കെയുള്ള ന്യൂമറേറ്ററിൽ ഇവിടെ 1 ഉണ്ട്, പ്ലസ് എന്തും വരുന്നുണ്ട്? ലോഗ് എക്സ്. അപ്പോൾ ഈ എഴുതിയതാണ് നിങ്ങളുടെ എന്ത് വരിക? സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ഓഫ് ആരാ? ലോഗ് എക്സിൻ്റെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് വരിക. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ ചെറിയ മാർക്കിന് ചോദിക്കാൻ സാധ്യത കുറവാണ്, പക്ഷേ വേറെ ക്വസ്റ്റ്യൻ്റെ ഉള്ളിലായിട്ട് ഇവരെ കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഒറ്റയ്ക്ക് ചെയ്യാൻ അറിഞ്ഞാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യനുകൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇതുപോലെ നിങ്ങൾ മുമ്പ് പഠിച്ച ഏത് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിൻ്റെ ക്വസ്റ്റ്യനെയും സെക്കൻഡ് ഓർഡർ കാണാൻ ചോദിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ മുമ്പത്തെ കാര്യങ്ങൾ നന്നായി പഠിച്ച് ആദ്യം തറവാക്കുക, അതിന് ശേഷമാണ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവിലേക്ക് നമ്മൾ വന്നിട്ട് കാര്യമുള്ളൂ. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ച് എഴുതിയെടുക്കുക.